Hi everyone, Dr. Manjula here. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ അടുത്ത് വരികയാണ്. എല്ലാവരും തകൃതിയായിട്ട് പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യപ്രകാരമാണ് ഇന്നത്തെ ഈ വീഡിയോ. മൈക്രോബയോളജിയുടെ പ്രസക്ത ഭാഗങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. സോ ലെറ്റ് us see today what are the important topics that can be asked in microbiology. അതുപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് വരെയും കാണുന്നവർക്ക് ഒരു സ്പെഷ്യൽ സർപ്രൈസും കൂടിയുണ്ട്. സോ ലെറ്റ്സ് see what are the important topics in microbiology. ആദ്യം തന്നെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ചില നെയിംസ് നമുക്കൊന്ന് നോക്കാം. ആന്റണി വാൻ ലൂവൻ ഹുക്ക് ആണ് ആദ്യം. അദ്ദേഹം എന്താണ് ചെയ്തത്? ഹി ഡിസ്കവേർഡ് മൈക്രോ ഓർഗാനിസംസ്. അതിനെ അദ്ദേഹം അനിമൽക്യൂൾസ് എന്നാണ് വിളിച്ചത്. ആൻഡ് ഹി ഓൾസോ ഡിസ്കവേർഡ് ദം യൂസിങ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. അതാണ് ലൂവൻ ഹുക്കിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ലൂയി പാസ്റ്റർ, അദ്ദേഹം ജേം തിയറി ഡിസ്കവർ ചെയ്തു. അതുപോലെ തന്നെ വാക്സിനേഷൻ, principles of vaccination, fermentation, pasteurization, all these are associated with the name Louis Pasteur. അടുത്ത റോബർട്ട് കോക്ക് ചില ഡിസീസസിനെ അതിൻ്റെ കോസറ്റീവ് ഏജൻസിനെയുമാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. ലൈക്ക് ആന്ത്രാക്സിൻ്റെ കോസറ്റീവ് ഓർഗാനിസം ഏജൻറ്റ് ഇസ് ബാസിലസ് ആന്ത്രാസിസ്. ദെൻ ട്യൂബർക്കുലോസിസിനാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. കൊളറയുടെ ആണെങ്കിൽ വിബ്രിയോ കൊളറെ. ഇതൊക്കെയും അദ്ദേഹമാണ് പറഞ്ഞത്. തന്നെയല്ല, സോളിഡ് മീഡിയ, ഈ കൾച്ചർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോളിഡ് മീഡിയ ലൈക്ക് ജെലറ്റിൻ ആൻഡ് അഗാർ ലാറ്റർ അഗാർ വാസ് ഇൻവെൻറ്റഡ് ബൈ ഹിം. അടുത്തത് എഡ്വേർഡ് ജെന്നർ ആണ് സ്മോൾ പോക്സിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചത്. അലക്സാണ്ടർ ഫ്ലെമിംഗ്, അദ്ദേഹം പെൻസിലിൻ കണ്ടുപിടിച്ചു, വിച്ച് വാസ് ദ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക്. ദെൻ കംസ് ജോസഫ് ലിസ്റ്റർ, ഹു ഇൻട്രൊഡ്യൂസ് ദ ആൻറ്റിസെപ്റ്റിക് ടെക്നിക്സ് ഇൻ സർജറി. സോ ചോദിക്കാൻ സാധ്യതയുള്ള നെയിംസ് ഇതൊക്കെയാണ്. അടുത്തത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ടൈപ്സ്. ബാക്ടീരിയ, ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോകാം. ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പ്രോട്ടോസോവ, ആൽഗെ, ഹെൽമിൻസ് ഉണ്ട്. ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് ആണ്. പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ പ്രോകാരിയോട്ടിക് സിംഗിൾ സെൽഡ് ഓർഗാനിസം. പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ല, ഓർഗനൽസ് ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു സെല്ലാണ്. എക്സാമ്പിൾ ഈ കോളേ, സ്റ്റെഫിലോകോക്കസ്. ഓക്കെ. ദെൻ കംസ് വൈറസ് വിച്ച് ആർ എസെല്ലുലാർ ആൻഡ് അതുങ്ങൾക്ക് സെല്ലേ ഇല്ല. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും എന്താണ്, അത് ഹോസ്റ്റിലേക്ക് കയറി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അതിന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ, അതിൻ്റെ ഫാമിലി വലുതാക്കണമെങ്കിൽ ഒരു ഹോസ്റ്റിൻ്റെ ബോഡി തന്നെ വേണം, ഹ്യൂമൻ ബീങ്സ് പോലെ. ഇൻഫ്ലുവൻസ വൈറസ്, HIV. ഓക്കെ. ദെൻ ഫംഗൈ ആണെങ്കിലോ ദേ ആർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആൻഡ് ക്യാൻ ബി യൂണിസെല്ലുലർ ഓർ മൾട്ടിസെല്ലുലർ. യൂകാരിയോട്ടിക് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ഉണ്ട്, ഓർഗനൽസ് ഉണ്ട്, കുറച്ചും കൂടെ കോംപ്ലെക്സ് ആയിട്ടുള്ള സെൽസ് ആണിത്. കാൻഡിഡിയ ആൽബിക്കൻസ്, ആസ്പെർജില്ലസ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് പ്രോട്ടോസോവ, ദേ ആർ ഓൾസോ യൂണിസെല്ലുലർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ്. പ്ലാസ്മോഡിയം, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക പോലെയുള്ള പ്രോട്ടോസോവൻസ്. പിന്നെ ആൽഗെ എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം. അതിന് തന്നെ ഫോട്ടോസിന്തസിസിൽ തന്നെ ന്യൂട്രിയൻസ് ഉണ്ടാക്കാൻ പറ്റും. യൂണിസെല്ലുലർ അല്ലെങ്കിൽ മൾട്ടിസെല്ലുലാവും. ക്ലാമിഡോമോണാസ്, സ്പൈറോഗൈറ ഒക്കെ എക്സാമ്പിൾസ് ആണ്. ദെൻ കംസ് ഹെൽമിൻസ് ആർ മൾട്ടിസെല്ലുലർ ആൻഡ് ദേ ആർ പാരസിറ്റിക്. നമ്മുടെ ഇൻഡസ്ട്രൈനിലൊക്കെ ഉള്ള ടേപ്പ് വോം, റൗണ്ട് വോം ഒക്കെ. പിന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ നോർമലായിട്ട് ഫ്ലോറ ഉണ്ട്. ദേ ആർ കോൾഡ് ദ മൈക്രോ ഓർഗാനിസംസ്, ദേ ആർ കോൾഡ് ആസ് ദ നോർമൽ ഫ്ലോറ. അത് ശല്യമൊന്നും നമുക്ക് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ സ്കിന്നിലുള്ള ഫ്ലോറ എന്താണ്? സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്. മൗത്തിലാണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ്. ഗട്ടിലാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രൈനിലാണ് ഈക്കോള ഉണ്ട്, ബാക്ടീരിയോയിഡ്സ് ഫ്രജൈലിസ്. അതും നമ്മുടെ ഗട്ടിലാണ് കാണപ്പെടുന്നത്. പിന്നെ വജൈനയിലുള്ളതാണെങ്കിലോ ലാക്ടോബാസിലസ്. സോ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ്? ഇത് നമ്മുടെ നോർമൽ ഫ്ലോറയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രിവെൻറ്റ്സ് കോളനൈസേഷൻ ബൈ പാത്തോജൻസ്. മറ്റ് പാത്തോജൻസിൻ്റെ കോളനൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യും ഈ നമ്മുടെ ബോഡിയിലുള്ള മൈക്രോ ഓർഗാനിസംസ്. സോ ദാറ്റ് ഈസ് കോൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. അടുത്തത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ചില വൈറ്റമിൻസും നമ്മുടെ ഈ ബാക്ടീരിയ നോർമൽ ഫ്ലോറ വിൽ പ്രൊഡ്യൂസ്. ലൈക്ക് ഇൻഡസ്ട്രൈനിലാണെങ്കിലോ ഇൻഡസ്ട്രൈനൽ ബാക്ടീരിയ പ്രൊഡ്യൂസസ് വൈറ്റമിൻ K. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സ്റ്റിമുലേഷനും ഈ ബാക്ടീരിയ വിൽ ഹെൽപ്പ്. സോ നൗ കമ്മിങ് ടു പാത്തോജെനിസിസ്. പാത്തോജെനിസിസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അസുഖം ഉണ്ടാക്കുന്നതാണ്. കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പാത്തോജൻസ് വന്നിട്ട് നമ്മുടെ ബോഡിയിൽ അഡ്ഹർ ചെയ്യും, അള്ളി അങ്ങ് പിടിച്ചോളും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ കോളയ്ക്ക് നിറച്ചും, നിങ്ങൾ ഈ കോളയുടെ പടം കണ്ടു കഴിഞ്ഞാൽ ഈ കമ്പിളിപ്പുഴു ഇല്ലേ, അതുപോലെയാണ് അതിൻ്റെ ശരീരം മൊത്തം
അതിൻ്റെ ഒരു ലുക്ക് ഫുള്ള് പൈല എന്ന് പറയും, അതിന് പൈല എന്ന് പറയും, ഇങ്ങനെ ഉണ്ടാവും രോമം പോലെ. അത് കൊണ്ടുവന്നിട്ട് അഡ്ഹർ ചെയ്ത് നമ്മുടെ ടിഷ്യൂസിലേക്ക് ഇങ്ങനെ അഡ്ഹർ ചെയ്ത് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് എന്താ, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ഇൻവേഷൻ എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മുടെ സെൽസിലേക്ക്, ബോഡിയിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ടോക്സിൻസ് 2 തരമുണ്ട്, എക്സോടോക്സിൻസ്, എൻഡോടോക്സിൻസ്. എൻഡോടോക്സിൻസ് പറഞ്ഞാൽ ആ ബാക്ടീരിയ തന്നെ റിലീസ്, അത് ചത്തു പോകുമ്പോൾ റിലീസ് ചെയ്യുന്നതാണ് എൻഡോടോക്സിൻസ്. എക്സോടോക്സിൻസ് എന്ന് പറഞ്ഞാൽ they are the proteins, they are secreted proteins with specific targets. ചില എന്താ പറയുക, ചില ബാക്ടീരിയാസ് അകത്തിരുന്ന് തന്നെ അത് സെക്രീറ്റ് ചെയ്യുന്നതാണ് എക്സോടോക്സിൻസ്. they are the proteins which are secreted with specific targets. ചില ടാർഗറ്റഡ് സെൽസിലേക്ക്, ചില സെൽസിലേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് സെക്രീറ്റ് ചെയ്യുന്നതാണ് എക്സോടോക്സിൻസ്. ദെൻ ഇൻവേഷൻ ഓഫ് ഹോസ്റ്റ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത എന്താ, നമ്മുടെ ഇമ്മ്യൂണിറ്റി, ഹ്യൂമൻ ബോഡിയുടെ ഇമ്മ്യൂണിറ്റീനെ അത് അറ്റാക്ക് ചെയ്യും. എങ്ങനെയാണ് അത് ആദ്യം തന്നെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് അത് നിൽക്കുന്നത്. എങ്ങനെയാണ് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ക്യാപ്സ്യൂളിൽ ഫോം ചെയ്യും, അതിന് ചുറ്റും ഒരു ക്യാപ്സ്യൂൾ ഫോം ചെയ്യും, സോ ദാറ്റ് ഇറ്റ് എസ്കേപ്സ് ദ ഫാഗോസൈറ്റിക് പ്രോസസ് ബൈ അവർ ഇമ്മ്യൂൺ സെൽസ്. നമ്മുടെ ശരീരത്തിൽ നിന്നും നമുക്കൊരു അറ്റാക്ക്, ഫോറിൻ ബോഡീസ് നമ്മൾ അറ്റാക്ക് ചെയ്യുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ക്യാപ്സ്യൂൾ ഫോം ചെയ്യും. അതല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആൻറ്റിജനിക് വേരിയേഷൻ എന്ന് വെച്ചാൽ ഈ പാത്തോജൻസിൻ്റെ പുറത്തുള്ള ആൻറ്റിജനെ കണ്ടിട്ട് അതിനനുസരിച്ചാണല്ലോ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആൻറ്റിബോഡി ചെന്ന് അതിനെ അറ്റാക്ക് ചെയ്യാൻ ചെല്ലുന്ന സമയം കൊണ്ട് ഇതങ്ങ് ആൻറ്റിജൻ്റെ ഒരു ഫോമൊക്കെ അങ്ങ് മാറി, രൂപം ഭാവമൊക്കെ മാറ്റി കഴിയുമ്പോൾ പിന്നെ എന്താ മനസ്സിലാകത്തില്ല ആൻറ്റിബോഡിക്ക് ആരെ അറ്റാക്ക് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ഉള്ള സൂത്രപ്പണികളുണ്ട് ഈ പാത്തോജൻസിന്. അങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് അബൌട്ട് കൾച്ചർ ആൻഡ് ഐസൊലേഷൻ. കൾച്ചറിൽ നമ്മൾ എന്തിനാണ് കൾച്ചർ ചെയ്യുന്നത്? കൾച്ചർ ചെയ്ത് ഐസൊലേറ്റ് ചെയ്യുന്ന ഏത് മൈക്രോ ഓർഗാനിസം ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് കൾച്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ കൾച്ചർ മീഡിയ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. കൾച്ചർ മീഡിയ എന്ന് പറയുന്ന സോളിഡ്, ലിക്വിഡ്, പലതരത്തിലുള്ള മീഡിയ ഉണ്ട്. സോളിഡ് മീഡിയയിൽ എക്സാമ്പിളാണ് അഗാർ ബേസ്ഡ്, അത് സോളിഡ് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന എന്തിനാണ്? ചില കോളനീനെ മാത്രം, ഇറ്റ് സപ്പോർട്ട്സ് ഡിസ്ക്രീറ്റ് കോളനി ഫോർമേഷൻ. ചില കോളനീസിൻ്റെ ഫോർമേഷൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നു. മോസ്റ്റ് ഓഫ് ദി ടൈം ദിസ് ഇസ് യൂസ് ഫോർ മോർഫോളജി ഡിറ്റക്ഷൻ. എന്ന് വെച്ചാൽ മോർഫോളജി, കോളനിയുടെ മോർഫോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ രൂപവും ഭാവവും അതിനെ കാണാൻ എങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ വട്ടത്തിലുള്ള അല്ലെങ്കിൽ കോമ ഷേപ്ഡ് ആയിട്ടുള്ളത് നമ്മൾ വിബ്രിയോ എന്ന് പറയില്ലേ, അതുപോലെ വട്ടത്തിലുള്ളതിന് കോക്ക എന്ന് പറയും. അങ്ങനെയൊക്കെ ഉള്ളത്, അതാണ് മോർഫോളജി എന്ന് പറയുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന എക്സാമ്പിൾസ് ന്യൂട്രിയൻ്റ് അഗാർ, മെക്കോങ്കി അഗാർ. രണ്ടാമത്തെ എന്താണ്? ലിക്വിഡ് മീഡിയ. ലിക്വിഡ് മീഡിയ എന്ന് പറയുന്നത് ലിക്വിഡാണ്, ബ്രോത്ത് കൾച്ചേഴ്സ് ആണത്. അവിടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ട്രിപ്റ്റിക് സോയ് ബ്രോത്ത്, അത് ഓൾറെഡി ഉണ്ട്, അതിനകത്ത് നമ്മൾ മൈക്രോബ്സിന് ഗ്രോ ചെയ്യും. പിന്നെ സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ ചിലതിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും, ചില പാത്തോജൻസിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്ത് ചിലതിനെ മാത്രം ഗ്രോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മീഡിയ ആണ് സെലക്റ്റീവ് മീഡിയ. ഒരു എക്സാമ്പിൾ മാനിറ്റോൾ, സോൾട്ട് അഗർ. ഇതിന് മാനിറ്റോൾ ഹൈ കോൺസെൻട്രേഷൻ ആണല്ലോ, സോൾട്ട് കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പോൾ ഇത് മിക്കവാറും എല്ലാ ഓർഗാനിസത്തിനെയും അത് ഡിസ്ട്രോയ് ചെയ്യും, എക്സെപ്റ്റ് സ്റ്റഫൈലോകോക്കസ് സ്പീഷീസ്. അപ്പോൾ സ്റ്റഫൈലോകോക്കസ് സ്പീഷീസ് ഇതിനകത്ത് നന്നായിട്ട് വളരും. പിന്നെ അടുത്തെന്താ? ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, ഓർഗാനിസംസിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബേസ്ഡ് ഓൺ ദെയർ ബയോകെമിക്കൽ റിയാക്ഷൻസ് വി ക്യാൻ ഡിഫറൻഷിയേറ്റ്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ബ്ലഡ് അഗാർ. ബ്ലഡ് അഗാർ എന്ന് പറയുന്നത് ഇറ്റ് ഡിഫറൻഷിയേറ്റ്സ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ഹീമോലൈസിസ്. സോ ദീസ് ആർ സം ഓഫ് ദി കൾച്ചർ മീഡിയാസ് യൂസ്ഡ്. ഇനി അറിയേണ്ടത് ഇനോക്കുലേഷൻ മെത്തേഡ്സ് ആണ്. ഇനോക്കുലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, കുറച്ചേറെ ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിൽ നിന്നും 1-2 എണ്ണത്തിന് മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇനി അടുത്ത സ്ലൈഡിൽ പറയാം. പലതരത്തിലുള്ള പ്ലേറ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. സോ വിൽ കം ടു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. പിന്നെ ഉള്ളത് ഇൻക്യുബേഷൻ. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാനുള്ളത് ഇൻക്യുബേഷനാണ്. ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റൈറ്റ് കണ്ടീഷൻസ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻക്യുബേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഒരു മൈക്രോ ഓർഗാനിസമെ വേർതിരിച്ചെടുത്ത് കഴിഞ്ഞ് പിന്നെ അതിനെ ഗ്രോ ചെയ്യാനായിട്ട് നമ്മളൊരു ഐഡിയൽ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യും വിത്ത് ഐഡിയൽ ടെമ്പറേച്ചർ, ടൈം ആൻഡ് ഓക്സിജൻ. അപ്പോൾ ടെമ്പറേച്ചർ യൂഷ്വലി നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ തന്നെയാണ്, ലൈക്ക് 35 to 37 degrees സെൻറ്റിഗ്രേഡ് ഫോർ ഹ്യൂമൻ പാത്തോജൻസ്. അങ്ങനെ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു ടെമ്പറേച്ചർ മിമിക്കാനായിട്ട് ആ ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നത്.
എയറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എയറോബിക് ഓർഗാനിസംസ് ഉണ്ട്, അനേറോബിക്കും ഉണ്ട്. അപ്പോൾ ചിലത് ഓക്സിജൻ ഉണ്ടെങ്കിലേ വളരുള്ളൂ, ചിലത് ഓക്സിജൻ ഇല്ലാതെ തന്നെ വളരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓക്സിജൻ ലെവലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, ഇനോക്കുലേറ്റ് ചെയ്ത് ഇൻക്യുബേറ്റ് ചെയ്തിട്ട് അതിനെ ഒബ്സർവ് ചെയ്യും. അപ്പോൾ ഈ കോളനിയുടെ മോർഫോളജിയും കളറും ഗ്രോത്ത് പാറ്റേൺസും ഒക്കെ ഒബ്സർവ് ചെയ്യാം. പിന്നെ ചിലതിനെയൊക്കെ നമ്മൾ ഗ്രാം സ്റ്റെയിൻ ഒക്കെ ചെയ്തിട്ട് മൈക്രോസ്കോപ്പിക്കലി വി വിൽ അനലൈസ് ഇറ്റ്. സോ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദി ഇനോക്കുലേഷൻ മെത്തേഡ്. ഇനോക്കുലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ മീഡിയയിലേക്ക് introduce ചെയ്ത് or some the techniques that we use to introduce microorganisms into the culture media so that it grows and we can identify them. So പല മെത്തേഡുകളുണ്ട്. ഒന്ന് സ്ട്രീക്ക് പ്ലേറ്റ് ആണ്. സ്ട്രീക്ക് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ വരയായിട്ടുള്ളതിനെയാണ്, അല്ലെങ്കിൽ തിൻ ലൈൻസിനെയാണ് സ്ട്രീക്ക് എന്ന് പറയുന്നത്. അപ്പം സ്ട്രീക്കിംഗ്, ഇവിടെ സ്ട്രീക്ക് പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഐസൊലേറ്റ് ഇൻഡിവിജ്വൽ കോളനീസ് ഫ്രം എ മിക്സ്ചർ. ഒരു കുറേ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇൻഡിവിജ്വൽ കോളനീസിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അഗാറിൽ നമുക്കൊരു പ്രത്യേക പാറ്റേണിൽ നമുക്ക് ആ സ്ട്രീക്സ് കാണാനായിട്ട് പറ്റും സ്ട്രീക്ക് പ്ലേറ്റ് യൂസ് ചെയ്യുമ്പോൾ. രണ്ടാമത്തെ നമ്മൾ പോർ ചെയ്യുകയാണ്. എന്താ ചെയ്യുന്നത്, ഡൈല്യൂട്ട് സാമ്പിളിനെ മോൾട്ടൺ അഗാറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് പോർ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ബാക്ടീരിയനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ കോളനീസിനെയൊക്കെ കൗണ്ട് ചെയ്യാനാണ്. ദെൻ കംസ് സ്പ്രെഡ് പ്ലേറ്റ്. സ്പ്രെഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് അഗാർ സർഫസ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. ഈ ഡൈല്യൂട്ട് സാമ്പിളും അഗാറും കൂടി ചേർത്തിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. ഇവിടെയും നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് ഓർഗാനിസത്തിൻ്റെ കൗണ്ട് നമുക്ക് ആ സർഫസിൽ കാണാൻ പറ്റും. സോ ഐസൊലേറ്റ് ചെയ്ത് കൗണ്ട് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അടുത്ത സീരിയൽ ഡൈല്യൂഷൻ. സീരിയൽ ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡൈല്യൂട്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കോൺസെൻട്രേഷൻ, സെൽസിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ കുറച്ച് കൊണ്ടുവന്നിട്ട് യു ക്യാൻ ഐസൊലേറ്റ് ദ ഓർഗാനിസം ബൈ റിഡ്യൂസിങ് ദ ഓവർ ക്രൗഡിങ്. ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു ഒത്തിരിയുള്ള ഓർഗാനിസത്തിന് നമുക്ക് കറക്റ്റായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ദെൻ ദാറ്റ് ഈസ് അബൌട്ട് ഇനോക്കുലേഷൻ. പിന്നെ അടുത്ത് ഐസൊലേഷൻ ടെക്നിക്. ഐസൊലേഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള കൾച്ചർ മീഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം. ഒന്ന് പ്യുവർ കൾച്ചർ നമ്മൾ യൂസ് ചെയ്യുന്ന സിംഗിൾ മൈക്രോ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്പീഷീസിന് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ. ഒരു മിക്സ്ഡ് സാമ്പിളിനകത്ത് പല മൈക്രോബ്സ് ഉള്ളതിൽ നിന്ന് ഒരൊറ്റ എണ്ണത്തിന് മാത്രം നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് പ്യുവർ കൾച്ചർ. ഇതിൽ നേരത്തെ പറഞ്ഞ സ്ട്രീക്ക് മെത്തേഡ്, ഈ സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡ് നമുക്കിങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എൻറിച്ച്മെൻറ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഓഫ് സ്പെസിഫിക് മൈക്രോ ഓർഗാനിസം ബൈ പ്രൊവൈഡിങ് ഫേവറബിൾ കണ്ടീഷൻ. എൻറിച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പാൽ ഇഷ്ടമില്ലാത്തൊരു കുട്ടിക്ക് നമ്മൾ അതിനകത്ത് ബൂസ്റ്റ് ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നില്ല, പാൽ കുടിക്കാൻ കൊടുക്കുന്നില്ല. അതുപോലെയാണ് ഇപ്പോൾ ചോക്ലേറ്റ് അഗാർ, ബ്ലഡ് അഗാർ എന്നൊക്കെ പറയുന്നതൊക്കെ എൻറിച്ച്മെൻറ്റ് കൾച്ചറാണ്. അതിനകത്ത് നമ്മൾ എക്സ്ട്രാ കുറച്ച് ഈ മൈക്രോബിൻ്റെതനുസരിച്ച് എക്സ്ട്രാ കുറച്ച് ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് എൻറിച്ച്മെൻറ്റ് കൾച്ചറായി. പിന്നെ എനേറോബിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ചില ഓർഗാനിസംസ് ഓക്സിജന് സെൻസിറ്റീവ് ആയിരിക്കും, ചിലത് അല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അനേറോബിക് മൈക്രോബ്സിനാണെങ്കിൽ അങ്ങനത്തെ ചേമ്പേഴ്സിലാണ് അതിനെ വളർത്തുക. എയറോബിക്കിനെ ആണെങ്കിൽ ഓക്സിജനുള്ള എൻവയോൺമെൻറ്റാണ് അതിന് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് ഐസൊലേഷൻ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പ്രിസർവ് ചെയ്യുമല്ലോ. പ്രിസർവേഷനിൽ ഈ കൾച്ചർ മീഡിയ ഒക്കെ പ്രിസർവ് ചെയ്യാനാണെങ്കിലും we will use some are short term and some are long term. ഷോർട്ട് ടേം കൾച്ചർ ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് 4 ഡിഗ്രിയിലാണ് ഓൺ അഗാർ സ്ലാൻഡ്സ്. ലോങ് ടേം ആണെങ്കിൽ വിൽ ഫ്രീസ് ഇറ്റ് അറ്റ് -80 ഡിഗ്രി. ഓക്കെ, സോ ഇത് ഫുൾ സിലബസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ് ഓഫ്. വാട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ വി ആർ കമ്മിങ് ടു ദാറ്റ്. അടുത്തത് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ. ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എൻഡോജീനസ് ആൻഡ് എക്സോജീനസ് ഇൻഫെക്ഷൻസ് ഉണ്ട്. എൻഡോജീനസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അകത്തുള്ളത്, എൻഡോ എന്ന് പറഞ്ഞാൽ അകത്തുള്ള എൻ്റെ തന്നെയാണ്. എൻഡോജീനസ് എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ
ഫ്ലോറ ആണ്, അവർ ഓൺ ഫ്ലോറ ശരീരത്തിലുള്ളത്. ലൈക്ക് ഈ കോളയാണല്ലോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. യു കോള എവിടെ നിന്ന് വരുന്നത്? നമ്മുടെ ഈ കോള വരുന്നത് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ തന്നെയാണ്. ദിസ് ഈസ് കോൾഡ് എൻഡോജീനസ് ഇൻഫെക്ഷൻ. രണ്ടാമത്തത് എക്സോജീനസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന് വരുന്നതാണ്. ലൈക്ക് നിങ്ങൾ പോയിട്ട് പാനിപൂരി കഴിച്ചു, അതല്ലെങ്കിൽ ബിരിയാണി കഴിച്ചു, ഷവർമ കഴിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് പോയ്സണിങ് അടിച്ചു. സോ ഇറ്റ് കംസ് ഫ്രം ആൻ എക്സ്റ്റേണൽ സോഴ്സ്. അടുത്തത് ടൈപ്സ് ഓഫ് ഇൻഫെക്ഷൻ. ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇൻഫെക്ഷനാണ് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആബ്സസ്. സിസ്റ്റമിക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം ഇൻഫെക്ഷൻ വ്യാപിക്കുന്നതാണ്. ബാക്ടീരിയ ഫുൾ ബോഡിയിലായിക്കഴിഞ്ഞാൽ നമ്മളതിന് സിസ്റ്റമിക് ഇൻഫെക്ഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ സെപ്റ്റിസീമിയ. മൂന്നാമത്തെ എന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ. ആശുപത്രിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷൻ ലൈക്ക് MRSA. Now coming to the factors which affect the growth of microorganisms. ഒന്ന് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ഒപ്റ്റിമം ആയിരിക്കണം. യൂഷ്വലി നമ്മുടെ ഹ്യൂമൻ പാത്തോജൻസിന് 37 ഡിഗ്രി 34 to 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. പിന്നെ pH കറക്റ്റ് ആയിരിക്കണം. ന്യൂട്രൽ pHൽ അത് വളരുക 6.5 to 7.5. പിന്നെ ഓക്സിജൻ റിക്വയർമെൻറ്റ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു. അനൈറോബിക്കിനാണെങ്കിൽ ഓക്സിജൻ വേണ്ട, എയറോബിക്കിനാണെങ്കിൽ ഓക്സിജൻ വേണം. പിന്നെ ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സ് ഉണ്ട്. അത് രണ്ട് രീതിയിലും ഫങ്ഷൻ ഗ്രോ ചെയ്യും, വിത്ത് ആൻഡ് വിത്തൗട്ട് ഓക്സിജൻ. പിന്നെ ന്യൂട്രിയൻസ് ഒക്കെ വേണമല്ലോ ഇതിൻ്റെ ഗ്രോത്തിന്, ലൈക്ക് കാർബൺ, നൈട്രജൻ, വൈറ്റമിൻസ് ആൻഡ് അതർ മിനറൽസ്. നൗ കമ്മിങ് ടു ദ സൈക്കിൾ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ നടക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന് റിസർവോയർ. റിസർവോയർ എന്ന് പറഞ്ഞാൽ പാത്തോജൻസ് എവിടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ജീവിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് നമ്മുടെ ശരീരമാവാം, അല്ലെങ്കിൽ ആനിമൽസിൻ്റെ ശരീരമാവാം, ബേർഡ്സിൻ്റെ ആവാം, ചിലപ്പോൾ മണ്ണിൽ തന്നെ ഉണ്ടാവാം. അതാണ് റിസർവോയർ. രണ്ടാമത്തേത് പോർട്ടൽ ഓഫ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ആ പാത്തോജൻ ഈ റിസർവോയറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്തിനെയാണ് പോർട്ടൽ ഓഫ് എക്സിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ട്യൂബർക്ലോസിസിൻ്റെ ആണെങ്കിൽ പോർട്ടൽ ഓഫ് എക്സിറ്റ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റ് ആണ്. ഡ്രോപ്ലെറ്റ്സിൽ കൂടെ വരുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ആണ് അതിൻ്റെ പോർട്ടൽ ഓഫ് എക്സിറ്റ്. അത് കഴിഞ്ഞ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഹോസ്റ്റിലോട്ട് പോകുന്നത് എന്നുള്ളതാണ്. സോ ഇറ്റ് ക്യാൻ ബി ഡയറക്റ്റ് കോണ്ടാക്ട്, നമ്മൾ ലൈക്ക് ടച്ചിങ്, ഓക്കെ, ഫിസിക്കൽ കോണ്ടാക്ട് വഴി, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ത്രൂ ഫോമൈറ്റ്സ്. ഫോമൈറ്റ്സ് ആർ കണ്ടാമിനേറ്റഡ് ഓബ്ജെക്ട്സ്, ലൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഹാൻഡ് കച്ചീവോ ഡോർ നോബോ ഒക്കെ. എയർബോൺ എന്ന് പറഞ്ഞാൽ ഡ്രോപ്ലെറ്റ്സ് through the dust or through the dust particles via air, like tuberculosis. പിന്നെ വെക്ടർ ബോൺ എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സ് വഴി, മലേറിയ പോലെ. അപ്പോൾ ഇതൊക്കെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എൻട്രി ചെയ്യുന്നതിന് പോർട്ടൽ ഓഫ് എൻട്രി എന്ന് പറയും. എൻട്രി ഇൻറ്റു എ ന്യൂ ഹോസ്റ്റ്. പഴയ സ്ഥലം വിട്ട് പുതിയ സ്ഥലത്തിലേക്ക് ഇത് വരികയാണ്. അപ്പോൾ എൻട്രി ഇൻറ്റു ദ ന്യൂ ഹോസ്റ്റ് ക്യാൻ ബി ത്രൂ യുവർ റെസ്പിറേറ്ററി ട്രാക്ട്, ത്രൂ ദ മൗത്ത് ഓർ ത്രൂ ദ വൂണ്ട്സ്, അങ്ങനെ. പിന്നെ സസെപ്റ്റബിൾ ഹോസ്റ്റ്, ദറ്റ് ഈസ് ഈ കയറി എന്ന് പറഞ്ഞിട്ട് ശരീരത്തിലേക്ക് ഒരാളുടെ ന്യൂ ഹോസ്റ്റിൻ്റെ ശരീരത്തിലേക്ക് കയറി എന്ന് പറഞ്ഞിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നില്ല. ബട്ട് ഓൺലി വെൻ ദ ഹോസ്റ്റ് ഈസ് സസെപ്റ്റബിൾ, ദാറ്റ് ഈസ് ഹിസ് ഇമ്മ്യൂണിറ്റി ഈസ് ലോവേർഡ്. സോ ദിസ് ഈസ് കോൾഡ് ആസ് ദ സൈക്കിൾ ഓഫ് ഇൻഫെക്ഷൻ. അടുത്തത് ഹൗ ദ ബോഡി റിയാക്ട്സ് ടു ഇൻഫെക്ഷൻ. അപ്പോൾ ഓർഗാനിസം അകത്തേക്ക് കയറി ഇതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഒന്ന് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ സ്വെല്ലിംഗ് ഉണ്ടാവും, ഹീറ്റ് ഉണ്ടാവും, റെഡ്നെസ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും. ഇതൊക്കെയാണ് സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ. അത് ഓൾസോ നമ്മുടെ WBC കൗണ്ടൊക്കെ കൂടും. അടുത്ത് പിന്നെ നമ്മുടെ ശരീരം ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കും. ഓക്കെ, ഇമ്മ്യൂൺ റെസ്പോൺസ്, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അതൊരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആണ്. നമ്മുടെ ഇൻസൈഡിൽ തന്നെ ഉള്ള ഇമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ നമുക്കുള്ള ഓൾറെഡി ഉള്ള ഇമ്മ്യൂണിറ്റിനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ആക്ട്സ് ഇമ്മീഡിയറ്റ്ലി. അതിന് സമയതാമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ആക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിലെന്താ, ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ളതല്ല, കാടടച്ച് വെടിവെക്കുന്ന പോലെ. അങ്ങനെ ഒരു പർട്ടിക്കുലർ പാത്തോജൻ എഗൻസ്റ്റ് ആയിട്ടൊന്നും അല്ല ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അതിനകത്ത് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഒന്ന് ഫിസിക്കൽ ബാരിയേഴ്സ്, നമ്മുടെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ, സ്കിന്ന്, മ്യൂക്കസ് മെംബ്രെയിൻ, അതുപോലെ റെസ്പിറേറ്ററി കുഞ്ഞു രോമങ്ങൾ, ഇതൊക്കെ ഓൾറെഡി നമ്മുടെ ശരീരത്തിലുള്ളതാണ്. അതൊക്കെ ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. രണ്ടാമത്തേത് എന്താണ്? കെമിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ചില കെമിക്കൽസ്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ അവർ സ്റ്റൊമക്ക്, ഇറ്റ് വിൽ കിൽ ദ ബാക്ടീരിയ ഓർ വാട്ട് എവർ ഓർഗാനിസം ദറ്റ് ഗെറ്റ്സ് ഇൻ. അതുപോലെ കണ്ണുനീരിൽ, സലൈവയിലൊക്കെ ലൈസോസോംസ് ഉണ്ട്. അപ്പോൾ അതാണ് കെമിക്കൽ ബാരിയേഴ്സ്. മൂന്നാമത്തെ എന്താണ്? സെല്ലുലാർ ഡിഫെൻസ്. നമ്മുടെ സെല്ലുകൾ തന്നെ
മൈക്രോബ്സിന് അഗെൻസ്റ്റ് ഫൈറ്റ് ചെയ്യും. ന്യൂട്രോഫിൽസും മാക്രോഫേജസും ഡെൻഡ്രൈറ്റിക് സെൽസും ഒക്കെ യുദ്ധം ചെയ്യുന്നതാണ്. പിന്നെ നാലാമത്തെ എന്താ? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. റെഡ്നെസ് സ്വെല്ലിംഗ് ഒക്കെ ആയിട്ട് ആ ഇൻഫെക്ഷൻ സൈറ്റിലൊക്കെ വന്നിട്ട് അവിടെ ഒരു ബാക്ടീരിയയ്ക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നടക്കും. പിന്നെയാണ് കോംപ്ലിമെൻറ്റ് സിസ്റ്റം. കോംപ്ലിമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റ് കാസ്കേഡ് ഉണ്ടല്ലോ. കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു പ്രോട്ടീൻസ് ആണ്. ആൻഡ് ദേ ഹെൽപ്പ് ഇൻ ഫാഗോസൈറ്റോസിസ് ആൻഡ് കില്ലിംഗ് ഓഫ് ദ ബാക്ടീരിയൽ സെൽസ്. സോ ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് അവർ ഇൻബോൺ innate immunity. രണ്ടാമത്തെ തരം ഇമ്മ്യൂണിറ്റി എന്താ? അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഈസ് ദ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫെൻസ്. അപ്പോൾ ആദ്യം തന്നെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇറ്റ് ഈസ് വെരി ജനറൽ, ഇറ്റ്സ് നോട്ട് സ്പെസിഫിക്. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലൈൻ ഓഫ്, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. ദേ ആർ ഹൈലി സ്പെസിഫിക് ആൻഡ് ഓരോ പാത്തോജന് അഗൻസ്റ്റ് ആയിട്ട് ഹൈലി സ്പെസിഫിക് ആൻഡ് ഓൾസോ ഇറ്റ് ഇൻവോൾവ്സ് മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അത് യുദ്ധം നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഓർത്ത് വെക്കും. ഈ പാത്തോജൻ ആണ് നേരത്തെ വന്നിരുന്നത്, എൻ്റെ ശരീരം ഇതിന് അഗൻസ്റ്റ് ഇനിയും ഫൈറ്റ് ചെയ്യണം. ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ്, ഇറ്റ് ഹാസ് മെമ്മറി, ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ്. സോ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ രണ്ട് തരമുണ്ട്. ആദ്യത്തേത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും പിന്നെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ ബി സെൽസ് ആണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. ബി സെൽസ്, ബി ലിംഫോസൈറ്റ്സ് ആണ് ഇൻവോൾവ് ഇൻ ഹ്യൂമറൽ. ഇത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. സോ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഈസ് ആൻറ്റിബോഡി മീഡിയേറ്റഡ്. അതിനകത്ത് ഏത് സെൽസ് ആണ് ഇൻവോൾവ്? ബി സെൽസ് ആണ്, വിച്ച് പ്രൊഡ്യൂസസ് ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡീസിൻ്റെ ജോലി എന്താ? ആൻറ്റിജൻസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊക്കെ ന്യൂട്രലൈസ് ചെയ്യുന്നുള്ള. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ആൻറ്റിബോഡീസ് ഉണ്ട്. IgM ആണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ്. ഇതും പഠിച്ചോളണം കേട്ടോ, ഇതും ഇമ്പോർട്ടൻ്റ്. IgM ഇസ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി ആൻഡ് ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് റീസെൻറ്റ് ഇൻഫെക്ഷൻ. IgG ആണെങ്കിലോ ഏറ്റവും കൂടുതലുള്ളതാണ്, മോസ്റ്റ് അബൻഡൻറ്റ് ആണ് ആൻഡ് ഇറ്റ് ഗിവ്സ് ലോങ് ടേം ഇമ്മ്യൂണിറ്റി. IgA ആണെങ്കിൽ മ്യൂക്കോസൽ ഏരിയസിൽ ലൈക്ക് സലൈവ, ടിയർ, ബ്രസ്റ്റ് മിൽക്ക്, അങ്ങനെ അതിലൊക്കെ ഉള്ളത് IgA. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം അങ്ങനെ ചോദിക്കും, ബ്രസ്റ്റ് മിൽക്കിലുള്ള ആൻറ്റിബോഡി എന്താണെന്ന്. IgE ആണെങ്കിലോ അലർജിക് റിയാക്ഷൻസിലാണ്. സോ if people have some allergic reactions, the antibody that is involved is IgE. IgD ആണെങ്കിൽ it's not fully understood, but it may help active B cells. അപ്പോൾ IgD നെ പറ്റി വലിയ പിടുത്തമില്ല. So these are the antibodies and its functions. അടുത്തത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിലാണെങ്കിൽ T സെൽസ് ആണ് അവിടെ ഇൻവോൾവ്. ഹെൽപ്പർ T സെൽസ് അല്ലെങ്കിൽ CD4 എന്ന് പറയും. അത് ബി സെൽസിനെയും അതർ ഇമ്മ്യൂൺ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. സൈറ്റോടോക്സിക് T സെൽസ് ആണെങ്കിലോ CD8 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ക്യാൻസറസ് സെൽസ് എപ്പോഴെങ്കിലും ഉണ്ടായാൽ അതിനെ കയറി അറ്റാക്ക് ചെയ്ത് അതിനെ കൊന്നുകളയുന്നു. പിന്നെ റെഗുലേറ്ററി T സെൽസ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അഗൻസ്റ്റ് തന്നെ ഫൈറ്റ് ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് അതിന് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്ത് വെക്കുന്നതാണ് റെഗുലേറ്ററി T സെൽസ്. ഓക്കെ, അപ്പം സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിൽ ആരാണ് റെസ്പോൺസിബിൾ? T സെൽസ് ആണ് റെസ്പോൺസിബിൾ. T സെൽസ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബോൺ മാരോയിൽ തന്നെയാണ്. ബി സെൽസും അവിടെ തന്നെയാണ്, ബോൺ മാരോയിൽ തന്നെയാണ്. പക്ഷേ T സെൽസ് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇമ്മച്ചുവർ, അത് പോയി തൈമസിൽ ചെന്നിട്ട് മെച്ചുവർ ആവുന്നു. അതുകൊണ്ടാണ് ആ T എന്ന് വരുന്നത്. സോ തൈമസിലാണ് ഇത് മെച്യൂരിറ്റി ഉണ്ടാകുന്നത് മാത്രം. സോ ഹെൽപ്പർ T സെൽസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ബി സെൽസിനെയും നേരത്തെ പറഞ്ഞ ബി സെൽസിനെയും മറ്റ് ഇമ്മ്യൂൺ സെൽസിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യാനായിട്ട്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ സൈറ്റോടോക്സിക്, പേരിൽ തന്നെ ഉണ്ട്. സൈറ്റോ എന്ന് പറഞ്ഞ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് CD8+ എന്ന് പറയുന്നത്. ക്യാൻസർ സെൽസിനെയാണ്, നോർമൽ സെൽസിനെയല്ല, ക്യാൻസർ സെൽസിനെ നേരത്തെ തന്നെ കണ്ട് അതിനെ കിൽ ചെയ്ത് കളയും. റെഗുലേറ്ററി T സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ പിടിച്ചൊരു കടിഞ്ഞാനിട്ട് ഇങ്ങനെ വെച്ചിരിക്കും, അല്ലെങ്കിൽ അങ്ങ് വിട്ടാൽ എല്ലാം കൂടെ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഓർഗൻസും നാശപ്പെട്ടു പോകും. അതുകൊണ്ട് ആ ഓട്ടോ ഇമ്മ്യൂണിറ്റി റെസ്പോൺസിനെ കടിഞ്ഞാനിട്ട് വെക്കുന്നതാണ് റെഗുലേറ്ററി T സെൽസ്. ഓക്കെ, സോ യെസ്, T സെൽസ് സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ ഡിലേഡ് റെസ്പോൺസ് ആണ്. ആക്ച്വലി പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതല്ല, കുറച്ച് ഇൻഫെക്ഷൻ കഴിഞ്ഞ് ഡേയ്സ് ആഫ്റ്റർ ഇൻഫെക്ഷൻ ഉള്ളിൽ ദിസ് ഗെറ്റ്സ് ഡെവലപ്ഡ്. ഇതിന് മെമ്മറി ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് എക്സ്പോഷർ ഉണ്ടെങ്കിലും that time also this comes into play and it is very specific to particular ആൻറ്റിജൻസിനെ ഐഡൻറ്റിഫൈ ചെയ്താണ് അറ്റാക്ക്. ഓക്കെ, സോ ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്.
ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി വളരെ ജനറലാണ്, പക്ഷേ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ ഹൈലി സ്പെസിഫിക് ആണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് മെമ്മറി ഒന്നുമില്ല, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് മെമ്മറി ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ആണ്, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ ഡിലേഡ് ആണ്. പിന്നെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഫാഗോസൈറ്റ്സ് ആണ് ഇൻവോൾവ്. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ബി സെൽസ് ടി സെൽസ് ആണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ആൻറ്റിബോഡീസ് ഇല്ല, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ ആൻറ്റിബോഡീസ് ഫോം ചെയ്യുന്നുണ്ട്. So mostly innate immunity acts on all common general pathogens, but adaptive learning specific pathogens ആണ്. നെക്സ്റ്റ് കമ്മിങ് ടു റെസിസ്റ്റൻസ്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് സ്ലൈഡാണ്. റെസിസ്റ്റൻസ് നമ്മുടെ ബോഡി എങ്ങനെയാണ് ഈ പാത്തോജൻസിന് എഗൻസ്റ്റ് ഇരിക്കുന്നത് എന്നുള്ളതാണ്, ഫൈറ്റ് ചെയ്യുന്നതാണ്. ഒന്ന് ഇന്നേറ്റ് റെസിസ്റ്റൻസ് വിച്ച് ഇസ് നാച്ചുറലി ഒക്കറിങ് ഇൻ അവർ ബോഡി, പ്രസൻറ്റ് ഫ്രം ദ ബർത്ത്, ഇൻബോൺ ആയിട്ടുള്ളതാണ് ഇന്നേറ്റ്. ഇത് ഫസ്റ്റ് ലൈൻ ഇമ്മീഡിയറ്റ്, ഇറ്റ്സ് നോട്ട് ഡിസീസ് സ്പെസിഫിക്. ഇതെവിടെയൊക്കെ കാണപ്പെടുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണിത്, സ്കിന്ന്, മ്യൂക്കസ് മെംബ്രെയിൻ, അതൊക്കെ. പിന്നെ അക്വയർഡ് റെസിസ്റ്റൻസ് ആണ് എങ്ങനെയാ നമുക്ക് കിട്ടുന്നതാണ്, നമ്മൾ മേടിച്ചെടുക്കുന്നതാണ്. ബൈ ദി നമ്മുടെ ശരീരം ഒരു ആൻറ്റിജനോട് എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി ആൻറ്റിബോഡി ഉണ്ടാവും. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് അക്വയർഡ് റെസിസ്റ്റൻസ്. ഇത് വളരെ സ്പെസിഫിക് ആണ്, മെമ്മറി ബേസ്ഡ് ആണ്, സ്ലോ ആണ് ഡെവലപ്പ് ചെയ്യാൻ. എങ്ങനെയാണ് നമുക്ക് അക്വയർഡ് റെസിസ്റ്റൻസ് കിട്ടുന്നത്? രണ്ട് തരത്തിലാണ്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഇറ്റ് പ്രൊഡ്യൂസസ് ഇറ്റ്സ് ഓൺ ആൻറ്റിബോഡീസ്. നമ്മുടെ ശരീരം തന്നെയാണ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അവർ ബോഡി ഈസ് വെരി ആക്റ്റീവ് ഇൻ പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡീസ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, പക്ഷേ പതുക്കെ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഡെവലപ്സ് ആഫ്റ്റർ ഇൻഫെക്ഷൻ ഓർ വാക്സിനേഷൻ. അതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക, റെഡിമെയ്ഡ് ഭക്ഷണം മേടിച്ചുകൊണ്ട് വരുന്ന പോലെയാണ് ഈ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് ദാറ്റ് വി റിസീവ്. അപ്പോൾ എന്താ, നമ്മൾ ഹോട്ടലിൽ നിന്ന് രാവിലെ ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്ന് ഇഡ്ഡലിയും സാമ്പാറും മേടിച്ചുകൊണ്ട് രാത്രി വരെ അത് ഇരിക്കുമോ? ഇല്ല, ചീത്തയായി പോകും അല്ലേ? അതുപോലെയാണ് ഈ പാസീവ് ഇമ്മ്യൂണിറ്റി. നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് കിട്ടും, ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം റെഡിമെയ്ഡ്, എക്സ്റ്റേണലി ഇറ്റ് കംസ്. അതിൻ്റെ ആക്ഷൻ ഇമ്മീഡിയറ്റ്, പക്ഷേ ഷോർട്ട് ടേം ആണ്. സോ ലൈക്ക് എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റേണൽ IgG, ആൻറ്റി സീറം ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചെക്ഷൻസ്, ഇതൊക്കെയാണ് പാസീവ് ഇമ്മ്യൂണിറ്റി നമുക്ക് തരുന്നത്. ഇനി ഇമ്മ്യൂണിറ്റി പറയുമ്പോൾ തന്നെ റെസിസ്റ്റൻസ്, നമ്മുടെ ബോഡിയിൽ റെസിസ്റ്റൻസും വരുന്നുണ്ട്, മൈക്രോ ഓർഗാനിസംസ്, അതുകൂടെ ഒന്ന് നോക്കാം. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് കോമൺ ആയിട്ടും. എന്താണ് ഈ റെസിസ്റ്റൻസ്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും സ്മാർട്ടാണ്. നമ്മൾ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ ശത്രുവിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ശത്രു ചുമ്മാ ഇങ്ങനെ മിണ്ടാതെ നിന്ന് തരും, വെടിവെക്കും ഞാൻ ചാകട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇല്ല, അതും അതിൻ്റെ ഡിഫൻസ് മെക്കാനിസംസ് നോക്കുമല്ലോ. അതുപോലെയാണ് ബാക്ടീരിയ. നമ്മൾ ആൻറ്റിബോഡീസ് അറ്റാക്ക് ചെയ്യുമ്പോൾ അതും രക്ഷപ്പെടാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങൾ നോക്കും. അതാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ആൻറ്റിബയോട്ടിക്സ്, എങ്ങനെയാണ് ഈ ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്സിന് എഗൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്? ഒന്ന്, ഇറ്റ് പ്രൊഡ്യൂസസ് എൻസൈംസ്. ചില എൻസൈംസ് ഉണ്ടാക്കും. എന്ത്? ആൻറ്റിബയോട്ടിക്സിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്ന തരത്തിലുള്ള എൻസൈംസ് ഈ ബാക്ടീരിയ ഉണ്ടാക്കും. അതിനൊരു ഉദാഹരണമാണ് ബീറ്റ ലാക്ടമേസ്. ഈ പെൻസിലിന് എഗൻസ്റ്റ് ആയിട്ടാണിത്. അപ്പോൾ പെൻസിലിന് നമ്മൾ ഇഫക്റ്റ് ഉണ്ടാവില്ല. ഈ ബാക്ടീരിയ ബീറ്റ ലാക്ടമേസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ജസ്റ്റ് ന്യൂട്രലൈസസ് ദ പെൻസിലിൻ. അപ്പം എൻസൈം പ്രൊഡക്ഷനാണ് ഒരു രീതി. അടുത്ത എന്താ? എഫ്ലെക്സ് പമ്പ്. എഫ്ലെക്സ് പമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ് ആക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെ ചവിട്ടി വെളിയിൽ കളയും ഈ ബാക്ടീരിയ. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വരുന്നതിന് മുമ്പ് തന്നെ ഗേറ്റ് പൂട്ടി താക്കോലും കൊണ്ട് പോകുന്നതാണ് ഈ പറഞ്ഞ കേസ്. ബാക്ടീരിയ പമ്പ് ദൂരെ കളയും, ഗേറ്റൊക്കെ പൂട്ടി അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഡ്രഗ് ആക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇറ്റ് ജസ്റ്റ് പമ്പ്സ് ഇറ്റ് ഔട്ട്. സോ സ്യൂഡോമോണാസ്, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് സ്യൂഡോമോണാസിലേക്ക് ഈ മെക്കാനിസമാണ്. അടുത്ത് മ്യൂട്ടേഷൻ ഇൻ ടാർഗറ്റ് സൈറ്റ്. നമ്മുടെ ഇവിടെ ആൻറ്റിബയോട്ടിക് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചെല്ലുമ്പം എന്ത് പറ്റും? ടാർഗറ്റിനെ തന്നെ അതിൻ്റെ രൂപമേ അങ്ങ് മാറിക്കളഞ്ഞ പിന്നെ ആൻറ്റിബയോട്ടിക് എവിടെ പോയി ആരെ പോയി അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ? സോ മ്യൂട്ടേഷൻ ഇൻ ദ ടാർഗറ്റ് സൈറ്റ്. സോ ദി ആൻറ്റിബയോട്ടിക് ഡസൻറ്റ് നോ വാട്ട് ടു ഡു. അങ്ങനത്തെ ആയിപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ റിഫാംപിസിൻ റെസിസ്റ്റൻസ് ഇൻ TB. ഇങ്ങനെയാണ് മ്യൂട്ടേഷൻ. Then next is altered metabolic pathway. So ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാക്ടീരിയ വിൽ ബൈപ്പാസ് ദ ബ്ലോക്ക്ഡ് സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മളൊരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകുന്നു, അപ്പോൾ ആ റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വേറൊരു ഷോർട്ട് കട്ട് എടുത്ത് പോകും, അല്ലെങ്കിൽ വേറൊരു റൂട്ട് എടുത്ത് ഒരു കൊളാറ്ററലായിട്ട് പോകും. അതാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവരെ ബാക്ടീരിയ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സ്ഥലത്ത് നമ്മൾ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു ഓൾട്ടർനേറ്റ് പാത്വേ, മെറ്റബോളിക് പാത്വേ സെലക്ട് ചെയ്യുന്നു.
സൾഫമൈഡ് റെസിസ്റ്റൻസ് ഒക്കെ ഇങ്ങനെയാണ് അതിനൊരു ഉദാഹരണം. So that's about infection resistance, all of that. Now coming to collection of specimens. ഇത് കുറച്ച് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ബ്ലഡ് ആണെങ്കിൽ നമ്മൾ എന്താ കൾച്ചറിന് CBCക്ക് സിറോളജിക്കൊക്കെ എടുക്കുമല്ലേ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വിനിപങ്ക്ചർ, വാക്യൂട്ടൈനർ, സിറിഞ്ചൊക്കെയാണ് യൂസ് ചെയ്യുക. ആൻഡ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഈ കീ പോയിന്റ്സ് ആണ് ഇവിടെ നമ്മൾ ഓർത്ത് വെക്കാനുള്ളത്. എപ്പോഴും ബ്ലഡ് എടുക്കുന്ന എപ്പോഴാണ്? ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതിന് മുമ്പാണ് ബ്ലഡ് എടുക്കുക. അതുപോലെ തന്നെ ബി കെയർഫുൾ ടു അവോയ്ഡ് ഹിമോലൈസിസ്, അത് വാല്യൂസ് മാറ്റും. രണ്ടാമത്തെ സ്പെസിമെൻ എന്താ? യൂറിൻ. യൂറിൻ റുട്ടീനായിട്ടും കൾച്ചറിന് നമ്മൾ എടുക്കും. ക്ലീൻ ക്യാച്ച് മിഡ് സ്ട്രീം ആണ് എടുക്കുക, സ്റ്റെറൈൽ കണ്ടെയ്നറിൽ, ഓക്കെ, കൾച്ചറിന്. അപ്പോൾ എപ്പോഴും യൂസ് മോർണിംഗ് സാമ്പിൾ. പിന്നെ കണ്ടെയ്നറിനകത്തൊന്നും തൊടാൻ പാടില്ല. സ്പ്യൂട്ടം ആണെങ്കിൽ ട്യൂബർക്ലോസിസ്, ന്യൂമോണിയ ഒക്കെ ഉള്ള ഡിസീസസ് ഡയഗ്നോസ് ചെയ്യാനാണ്. അതും ഏർലി മോർണിംഗ് സ്പെസിമെനാണ്. ഡീപ്പായിട്ട് കോഫ് ചെയ്ത് ഒരു സ്റ്റെറൈൽ കണ്ടെയ്നറിലാക്കണം. അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വി ഹാവ് ടു റിൻസ് ദ മൗത്ത്. പിന്നെ സലൈവ അല്ല എടുക്കാനുള്ളത്. ആൻഡ് സെൻഡ് ടു ദ ലാബ് ഇമ്മീഡിയറ്റ്ലി. ത്രോട്ട് സ്വാബ് ആണെങ്കിൽ ഡിഫ്തീരിയ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസിൻ്റെ ഒക്കെ ഇൻഫെക്ഷൻസിന് ഡയഗ്നോസിസിനാണ് നമ്മൾ ത്രോട്ട് സ്വാബ് എടുക്കുന്നത്. COVID-19 നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ടോൺസിലർ ഏരിയ ആൻഡ് പോസ്റ്റീരിയർ ഫാരിങ്സ് ആണ് സ്വാബ് ചെയ്യുന്നത്. ചീക്ക് അല്ലെങ്കിൽ ടങ് ഇങ്ങനെയുള്ള ഏരിയാസ് ടച്ച് ചെയ്യാൻ പാടില്ല. ദെൻ വൂണ്ട് സ്വാബ് ആണെങ്കിൽ വൂണ്ടിൻ്റെ കൾച്ചറിനാണ്. ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദ വൂണ്ടാണ് നമ്മൾ സ്വാബ് എടുക്കാനുള്ള, അല്ല സൈഡിലല്ല, ആ വൂണ്ടിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ടിൽ നിന്ന് വേണം എടുക്കാൻ. സർഫസ് ഒന്നും ടച്ച് ചെയ്ത് സർഫസ് ഡെബ്രി ഒന്നും എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഡിസ്ഇൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പാത്തോജൻസിനെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. മൈക്രോബ്സിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുക. അത് നമുക്ക് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാം. സ്റ്റെറിലൈസേഷൻ എന്താണ്? സ്പോർസിനെ ഡിസ്ട്രോയ്, എല്ലാ ഫോംസ് ഇൻക്ലൂഡിങ് ദ സ്പോർസ്. ഡിസ്ട്രക്ഷൻ ഇസ് കോൾഡ് ആസ് സ്റ്റെറിലൈസേഷൻ. ഇതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഓട്ടോക്ലേവിങ്. ഓട്ടോക്ലേവിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോയിസ്റ്റ് ഹീറ്റ് ആണ് ഫോർ സ്റ്റെറിലൈസേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ 121 ഡിഗ്രി ഫോർ 15 to 20 minutes ആൻഡ് പ്രഷർ 15 PSI ആണ്. ഓക്കെ, ഈ വാല്യൂസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്ത മെത്തേഡ് എന്താ? ഡ്രൈ ഹീറ്റ് അല്ലെങ്കിൽ ഹോട്ട് എയർ അവനും സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നു. 160 ഡിഗ്രി ഫോർ 2 hours ആണ്. ബോയിലിങ്ങും ഇസ് എ മെത്തേഡ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ. ബോയിലിംഗ് ഇസ് എ മെത്തേഡ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ. മറ്റേ രണ്ടും സ്റ്റെറിലൈസേഷൻ ആണ്. ബോയിലിംഗ് ഇൻ ദ 100 ഡിഗ്രി ഫോർ 30 minutes. ഓക്കെ, നെക്സ്റ്റ് കംസ് പാസ്ചറൈസേഷൻ. മിൽക്കിൻ്റെ ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ട് അത് 63 ഡിഗ്രി ഫോർ 30 minutes or 72 ഡിഗ്രി ഫോർ 15 seconds. Then comes chemicals like glutaraldehyde. Glutaraldehyde it has to be activated first, and ഇത് എന്തിനാ? എൻഡോസ്കോപ്പിനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിന്നെ റേഡിയേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ. UV റേഡിയേഷൻസ് ഒക്കെ സർഫസ് സ്റ്റെറിലൈസേഷനും അകത്ത് ഡീപ്പർ ടിഷ്യൂസിന് ഡീപ്പർ ഏരിയാസിലൊക്കെ ഗാമ സ്റ്റെറിലൈസേഷനുമാണ് നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് കംസ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ. അഗെയിൻ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻറ്റിജൻ എന്ന് പറയുന്നത് ഫോറിൻ ബോഡിയാണ്, ബാക്ടീരിയ അല്ലെങ്കിൽ പാത്തോജൻ വിച്ച് ട്രിഗേഴ്സ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ്. ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം അതിന് അഗൻസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആൻറ്റിബോഡീസ്. അപ്പോൾ ഇത് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ് നമ്മൾ നോക്കും. അത് പല തരത്തിലുണ്ട്. ഒന്ന് അഗ്ലൂട്ടിനേഷൻ. അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞാൽ ക്ലമ്പിങ്, എല്ലാം കൂടി കൂട്ടി ചേർന്ന് ഇരിക്കുന്നതാണ്. ക്ലമ്പിങ് ഓഫ് ദി ആൻറ്റിജൻ ബെയറിംഗ് പാർട്ടിക്കിൾസ് വെൻ ആൻറ്റിബോഡീസ് ബൈൻഡ് ടു ദം. അപ്പോൾ ആൻറ്റിബോഡീസ് പോയി അവിടെ അറ്റാക്ക് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഇതിങ്ങനെ എന്താ പറയുക, കട്ടകട്ടി ഇരിക്കും. അടുത്ത് പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ എന്ന് ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി രണ്ടും കൂടി ചേർന്നിട്ടൊരു ഇൻസോൾയുബിൾ ആയിട്ടുള്ളൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രലൈസേഷൻ ആണ്. ന്യൂട്രലൈസേഷനിൽ ആൻറ്റിബോഡീസ് ഈ ആൻറ്റിജൻസിൻ്റെ ആ ഒരു ആക്റ്റീവായിട്ടുള്ള സൈറ്റുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൈറ്റിനെ പോയി ന്യൂട്രലൈസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നതാണ് ന്യൂട്രലൈസേഷൻ. സോ അഡ്വാൻറ്റേജ് എന്താണ്? ആ ആക്റ്റീവ് സൈറ്റ്സ് ആണല്ലോ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഹോസ്റ്റ് സെൽസിൽ പോയി അറ്റാച്ച് ചെയ്യുന്നത്. അതിനെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ പിന്നെ അത് അറ്റാച്ചിങ് നടക്കില്ല. പിന്നുള്ളത് എന്താണ്? ഒപ്സണൈസേഷൻ. ഒപ്സണൈസേഷൻ എന്ന് പറയുമ്പോൾ ആൻറ്റിബോഡീസ് വിൽ കോട്ട് ദ സർഫസ് ഓഫ് പാത്തോജൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ റെക്കഗ്നിഷൻ ആൻഡ് ഇഞ്ചക്ഷൻ ബൈ ദ ഫാഗോസൈറ്റ്സ്. സോ
ഈ ആൻറ്റിബോഡീസ് പാത്തോജൻസിൻ്റെ സർഫസിന് കോട്ട് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് ഫാഗോസൈറ്റ്സിന് മനസ്സിലാവും ഇതാണ്. ഇപ്പോൾ നമ്മളൊരു ഒരു വലിയ ക്രൗഡിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം നമുക്ക് ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ ഇഫ് ഹി വേഴ്സ് എ റെഡ് ഡ്രസ് ദെൻ ഇറ്റ് ഈസ് ഈസി ഫോർ എസ് അല്ലേ, കൂട്ടത്തിൽ കണ്ടുപിടിക്കാം. അതുപോലെയാണ് ഇവിടെയും. അപ്പോൾ ഫാഗോസൈറ്റ്സിന്, നമ്മുടെ ബോഡിയിലെ ഫാഗോസൈറ്റ്സിന് ഇവരെ പ്രശ്നക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ കൊല്ലണമെങ്കിൽ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ പെട്ടെന്നൊന്നും മനസ്സിലാക്കാനായിട്ട് കഴിയണം. അങ്ങനെ ചെയ്യുന്നതാണ് ഒപ്സണൈസേഷൻ എന്ന് പറയുന്നത്. സോ ആൻറ്റിബോഡീസ് എന്ത് ചെയ്യും, ഈ ആൻറ്റിജൻസിന് അല്ല ഈ അല്ലെങ്കിൽ ഈ മൈക്രോ ഓർഗാനിസത്തിന് കോട്ട് ചെയ്ത് വെക്കും, സോ ദാറ്റ് ദി പാത്തോജൻസ് ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ആൻഡ് അറ്റാക്ക് ഇറ്റ്. നെക്സ്റ്റ് ഇസ് കോംപ്ലിമെൻറ്റ് ഫിക്സേഷൻ. കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. അതെന്ത് ചെയ്യും, ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സിന് ബൈൻഡ് ചെയ്തിട്ട് ആ കോംപ്ലിമെൻറ്റ് കാസ്കേഡിനെ ആക്ടിവേറ്റ് ചെയ്യും. സോ it gets to destroy the pathogen. So complement proteins, they bind to the antigen antibody complex and activate the complement system. Complement cascade എന്ന് പറയുന്നത് ബേസിക്കലി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതാണ്. So complement fixation, these are the ways in which our body reacts to the antigens. Okay, സോ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ എന്ന് വെച്ചാൽ വാറാണ് ഇവിടെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന. ഈ ഒരു ഫോറിൻ ബോഡി കയറുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ മെത്തഡ്സ്: അഗ്ലൂട്ടിനേഷൻ, പ്രസിപ്പിറ്റേഷൻ, ന്യൂട്രലൈസേഷൻ, ഒപ്സണൈസേഷൻ, കോംപ്ലിമെൻറ്റ് ഫിക്സേഷൻ. അടുത്തത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അതിനെ മീഡിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ എക്സാമ്പിൾസും. സോ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ അനാഫിലാക്റ്റിക് ആണ്. അനാഫിലാക്റ്റിക് ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ ഇതാണ് നമുക്ക് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഒരു സിറ്റുവേഷൻ തന്നിട്ട് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ തന്നിട്ട് അത് എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണെന്ന് ചോദിക്കും. ഇപ്പോൾ ഹിമോലൈറ്റിക് അനീമിയയിൽ എന്ത് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്, അങ്ങനെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ അനാഫിലാക്റ്റിക് ആണ്, പെട്ടെന്ന് തന്നെ അതുണ്ടാവുന്നു. ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ IgE. സെക്കൻഡ്സ് ടു മിനിറ്റ്സ് ആണ് ആസ്മ, അനാഫിലാക്സിസ്, ഹേ ഫീവറിലൊക്കെ ഇത് കാണുന്നു. ടൈപ്പ് 2 ആണെങ്കിൽ സൈറ്റോടോക്സിക് ആണ്, ആൻഡ് ദിസ് ഇസ് മീഡിയേറ്റഡ് ബൈ IgG ആൻഡ് IgM. ആൻഡ് ദിസ് ഇസ് ലൈക്ക് ഇറ്റ് ടേക്സ് മിനിറ്റ്സ് ടു അവേഴ്സ്, ലൈക്ക് ഹിമോലൈറ്റിക് അനീമിയ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ കൊടുത്തിട്ടുള്ള റിയാക്ഷനൊക്കെ ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ്. അടുത്ത് ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ, അത് ഇമ്മ്യൂൺ കോംപ്ലക്സ് ആണ്. ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇത് കുറച്ച് സമയം എടുക്കും, മണിക്കൂറുകളോ ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ എടുക്കാം. സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസിൽ, സെറം സിക്നസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസിലൊക്കെ ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ കാണാം. ദെൻ ടൈപ്പ് 4 എന്ന് പറയുന്നത് ഡിലേഡ് ആണ്. ഡിലേഡ് അതും സെൽ മീഡിയേറ്റഡ് ആണ്. സോ സെൽ മീഡിയേറ്റഡ് ഇസ് ത്രൂ ദ T cells. ഇവിടെ ആൻറ്റിബോഡീസ് അല്ല, ഇറ്റ് ഇസ് ത്രൂ ദ T cells ആൻഡ് ഇറ്റ് ഇസ് 24 to 72 hours ആണ് അതിൻ്റെ ഓൺസെറ്റ്. കുറച്ച് ഡിലേഡ് ആയിട്ടാണ്. സോ ലൈക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്, ട്യൂബർക്കുലിൻ ടെസ്റ്റ്, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഒക്കെ ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്. അപ്പോൾ ഇത് ഒരു സ്ലൈഡ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാനുള്ളത്, ടൈപ്പും എക്സാമ്പിൾസും. നെക്സ്റ്റ് ഇസ് സം സീറോളജിക്കൽ ടെസ്റ്റ്. ജസ്റ്റ് റിമെമ്പർ, വൈഡാൽ ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടൈഫോയിഡ്, VDRL, സിഫിലിസ്, LIS, HIV ക്കും ഹെപ്പറ്റൈറ്റിസിനും സി റിയാക്റ്റീവ് പ്രോട്ടീൻ ഇൻഫ്ലമേഷൻ ഡിറ്റക്ട് ചെയ്യാൻ, ഈസോ ടൈറ്റർ, റുമാറ്റിക് ഫീവർ, മാൻഡോസ, ട്യൂബർക്ലോസിസ്. ദിസ് ഇസ് സ്ലൈഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാക്സിൻസ്, അതിൻ്റെ എല്ലാം ഉണ്ട് ഇതിനകത്ത്, വാക്സിൻസിൻ്റെ എല്ലാം. അപ്പം ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ ആണ് ഒരു ടൈപ്പ് ഓഫ് വാക്സിൻ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്തോജൻ്റെ ഒരു വീക്ക് ഫോമാണ് നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു ലോങ് ലാസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിൾസ് BCG, MMR, OPV, യെല്ലോ ഫീവർ വാക്സിൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നു. ഇനി ഇത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? ടെമ്പറേച്ചർ 2 to 8 ഡിഗ്രി റെഫ്രിജറേറ്ററിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ കിൽഡ് വാക്സിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പാത്തോജനെ കില്ല് ചെയ്തിട്ട് കൊടുക്കും. ഇത് വീക്കാണ്, മറ്റേ ലൈവ് അറ്റനുവേറ്ററിനെക്കാളും വീക്കറാണ്, പക്ഷെ സേഫാണ്. ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞിട്ടുള്ള, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ ഈ കിൽഡ് വാക്സിൻ നമുക്ക് കൊടുക്കാം. എക്സാമ്പിൾസ്
ഇഞ്ചെക്റ്റബിൾ പോളിയോ വാക്സിൻ, റേബീസ്, ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഒക്കെയാണ്. ഇതും റെഫ്രിജറേറ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ടോക്സോയിഡ്സ് വരും. ടോക്സോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ടോക്സിനാണ്. അതിനെ ഇനാക്ടിവേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. എസ്പെഷ്യലി ലൈക്ക് ടെറ്റനസ്, ഡിഫ്തീരിയ ഒക്കെ ടോക്സോയിഡ്സ് ആണ്. ഇതും റെഫ്രിജറേറ്ററിൽ 2 to 8 ഡിഗ്രിയിലാണ് സൂക്ഷിക്കുന്നത്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് സബ് യൂണിറ്റ് അല്ലെങ്കിൽ കോൺജുഗേറ്റ് വാക്സിൻ എന്ന് പറഞ്ഞാൽ ചില ഈ ബാക്ടീരിയയുടെ ചില പാർട്സിനെ മാത്രം എടുത്തുകൊണ്ട്, ലൈക്ക് പ്രോട്ടീനോ അല്ലെങ്കിൽ അതിൻ്റെ ഷുഗറോ ഏതെങ്കിലും ചില പാർട്സ് മാത്രമായിട്ട് എടുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന വാക്സിനാണ് സബ് യൂണിറ്റ് വാക്സിൻ അല്ലെങ്കിൽ കോൺജുഗേറ്റ് വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് ബി, HPV, ഹിബ് ഇതൊക്കെ സബ് യൂണിറ്റിലും കോൺജുഗേറ്റ് വാക്സിനാണ്. ദെൻ അതും റെഫ്രിജറേറ്ററിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. പിന്നെ mRNA വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് വാക്സിൻ ഉണ്ടല്ലോ, അത് മെസ്സഞ്ചർ RNA ആ വൈറസിൻ്റെ പ്രോട്ടീൻ്റെ ഒരു ഭാഗം mRNA പോർഷൻ എടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ വിടുമ്പോൾ it sensitizes it instructs our cells to produce the antibodies against this virus. Okay, so we are using mRNA of the protein of the virus. So അതിനെ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് വിടുമ്പോഴും it helps in producing the antibodies. COVID-19 വാക്സിൻസിലാണ് ഫൈസർ mRNA വാക്സിനാണ്. ഇത് ഡീപ്പ് ഫ്രീസറിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. -20 ഡിഗ്രിയിലുള്ള ഡീപ്പ് ഫ്രീസറിൽ വേണം ഫൈസർ വാക്സിൻ സ്റ്റോർ ചെയ്യാൻ. ദെൻ വൈറൽ വെക്റ്റർ, ഇതൊക്കെ ന്യൂ വാക്സിൻസ് ആണ്. വൈറൽ വെക്റ്റർ എന്ന് പറയുമ്പം ഈ വൈറസിൻ്റെ ഒരു ഹാംലെസ് വൈറസിൻ്റെ അല്ലെങ്കിൽ ഒരു വീക്കായിട്ടുള്ളൊരു വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ, ഒരു വീക്ക് വൈറസിനെ എടുത്തിട്ട് ഈ പാത്തോജൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ അതിനകത്തോട്ടാക്കിയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വിടുമ്പം നമ്മുടെ ശരീരത്തിന് അത് പഠിപ്പിക്കും ഹൗ ടു ട്രിഗർ ദ ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പം നെക്സ്റ്റ് ടൈം ഒരു വീര്യം കൂടി ഒരുത്തൻ വരുമ്പോൾ, ഒരു വൈറസ് വരുമ്പം നമ്മുടെ ശരീരം അതിന് നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി അതിന് എഗൻസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. അതാണ് വൈറൽ വെക്റ്റർ. അപ്പം മനസ്സിലായി, ഒരു സാധുവായ ഒരു വൈറസിനെ, ഒരു ഹാംലെസ് വൈറസിനെ എടുത്തിട്ട് അതിനകത്തോട്ട് ഈ പാത്തോജൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ നമ്മൾ കയറ്റി വയ്ക്കും, എന്നിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് വിടും. അപ്പോൾ എന്തായിട്ട് നമ്മുടെ ശരീരത്തിന് അത് പഠിപ്പിക്കും എങ്ങനെ ഇമ്മ്യൂണിറ്റി മാനിപ്പുലേറ്റ്, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കും. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് ടൈം ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു റിയൽ വൈറസ് അകത്തേക്ക് കയറി വരുമ്പോൾ വി ക്യാൻ അറ്റാക്ക് വിത്ത് അവർ ഇമ്മ്യൂണിറ്റി. അവർ ഇമ്മ്യൂൺ റെസ്പോൺസ് വിൽ ബി റെഡി ടു അറ്റാക്ക് ദാറ്റ്. അത് ആസ്ട്രസെനിക്ക വൈറസ് വാക്സിൻസ് ഒക്കെ ഇതാണ് വൈറൽ വെക്റ്റർ വാക്സിനാണ്. ഇതും 2 to 8 ഡിഗ്രിയിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. സോ ദീസ് ആർ ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്. മൈക്രോബയോളജി ഒരു വാസ്റ്റ് ഏരിയ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഐ ട്രൈ ടു കൺസൈസ് ഇറ്റ് ടു ദ മാക്സിമം. ഇനി സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹൂവർ വാണ്ട്സ് എ വെരി കൺസൈസ് 2-page നോട്ട്, ഇതിൻ്റെ എല്ലാം സിമ്പിളായിട്ടുള്ള ഓരോരോ വേർഡ് മാത്രമുള്ള കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് ആവശ്യമുള്ളവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അത് അയച്ചു തരുന്നതാണ് ഈ കൺസൈസ് നോട്ട്സ്. സോ ദാറ്റ് ക്വിക്ക് റെഫറൻസ് വിത്തിൻ 10 minutes യു ക്യാൻ ഗെറ്റ് ദ കംപ്ലീറ്റ് നോട്ട്സ് ഇൻ ദാറ്റ്. ഓക്കെ, പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ കമൻറ്റ് ആസ് നോട്ട്സ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്.